ഇപ്പൊ മാഷിനാകെ ഒരു പിരിമുറുക്കമില്ലേ, ഇതിന്നൊക്കെ മോചനം കിട്ടാനാണ് എന്നെയൊക്കെ പോലുള്ള ഒരു ചെറുത് കഴിക്കുന്നത്. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കഴിക്കണതിന്റെ കാര്യം അന്ന് പറയുന്നത് എന്താണ്? ഇത് വായിക്കണം സാറേ. ഇനി അത് വായിക്കുന്നു വേണ്ട. ആളെ സാറേ ആ പരാതി കൂടെ വായിച്ചേ, അതൊന്നുകൂടെ എന്തിനാണ് നമ്മുടെ ബന്ധയുടെ നമ്മളെ കുത്തി നാട്ടിക്കുന്നത്? സ്നേഹമുള്ള സാറിന്, ഈ വിദ്യാലയത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ബുദ്ധിയും വിവേകവും ഊർജ്ജസ്വലനുമായ ഉണ്ണിക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. ഒരു അധ്യാപകനാകാൻ യോഗ്യതയുണ്ടെങ്കിലും പിയൂണിൻ്റെ തൊഴിലെടുക്കുന്ന ഉണ്ണിക്ക് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ നിന്നും ചെയ്തു കൊടുക്കണം. ഉണ്ണി പിയൂണിന് ഒരു പരിഗണന കൊടുക്കപ്പ. ഇവിടെ കീഞ്ഞു പാഞ്ഞോട്ടുന്ന കുട്ടികളെ വളരെ ജോറായി നിയന്ത്രിക്കുന്ന ഉണ്ണിക്ക് PTA പേരിൽ ഒരു പൊന്നാടയെങ്കിലും നൽകി ആദരിക്കണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ കീഞ്ഞു പാഞ്ഞോളും. കീഞ്ഞു ഇത് കാസർഗോഡുള്ള കുട്ടിയാണ്. എഴുതിയാളുടെ മനസ്സിലായില്ലേ സാറേ? ഉണ്ണി, ഇതാരാ എഴുതിയത്? അത് സാറേ ഞാനും പറഞ്ഞോ ഒരു പരിഗണന കിട്ടാൻ വേണ്ടി ചെയ്താണ് സാർ. എന്ത് പരിഗണന? പിന്നെ നമുക്കൊരു ബഹുമാനം കിട്ടുന്നില്ല. ഇനിയിപ്പോ നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ല. ഒന്നുമില്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. അപ്പൊ എല്ലാവർക്കും പോവാം. കേടില്ലാത്ത രീതിയിൽ ടീച്ചറെ വിഷമിക്കണം വേണ്ടാട്ടാ. അല്ല അതെ, ഇത് പറഞ്ഞതൊന്നും വിഷമിക്കണ്ട, അതൊക്കെ സാധാരണ പരിപാടി. പിന്നെ സമയാവട്ടെ. അതിപ്പോ മെമ്പറായി പ്രസിഡന്റ്, നമ്മളിപ്പോ ഈ പരാതികൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സ്കൂളിൽ മോശം. ഇത് തൽക്കാലം മേലോട്ടൊന്നും അയക്കണ്ട. കാരണം ഞാനും കൂടി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, എനിക്കും കൂടി ബാധിക്കും ഇത്. അപ്പൊ തൽക്കാലം ഇതുകൊണ്ട് പൂർത്തിയാണ് നല്ലത്. അതിനുള്ള വഴി നോക്കി ഞാൻ പറയട്ടെ സാറേ. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ബന്ധപ്പെട്ട കമ്മിറ്റി പരിശോധിച്ച് നോക്കിയപ്പോ അതിലൊരു കാമ്പുള്ള ഒരു പരാതിയും കാണാനില്ല. അങ്ങനെ വന്നപ്പോ നമ്മളത് എന്താ ചെയ്യണം, അതാണ്. അപ്പോ മാഷ ഈ പരാതി എന്ത് വയ്ക്കും? Marimayam.